Hi dear students, CMA Inter ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ചെറിയ ടോപ്പിക്കാണ്, ഫസ്റ്റ് മൊഡ്യൂളിലാണ്. അത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഇതിൽ 4 ക്വസ്റ്റ്യനാണുള്ളത്. നമുക്ക് 4 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇല്ലുസ്ട്രേഷൻ 17 ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Anandu and company had provision for bad debt. എത്രയാണ്? 13,000 against their book debt on 1st April. ഇവിടെ ഇയർ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 2022 ആക്കണേ. ഓക്കെ, നമുക്കറിയാലോ നമ്മുടെ മെറ്റീരിയലിൽ ചെറിയ മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഇതാണ് പ്രൊവിഷൻ. ഈ പ്രൊവിഷന് നമുക്ക് ഇത് ഓൾറെഡി ഈ ഡേറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഫസ്റ്റ് ബിഗിനിങ്ങിലുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഇത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്ന പ്രൊവിഷനാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഓൾഡ് പ്രൊവിഷൻ എന്നൊക്കെ വിളിക്കാം. പ്രീവിയസ് ഇയറിലെ പ്രൊവിഷൻ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്ന് വിളിക്കുന്നു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഓക്കെ അല്ലേ, സെറ്റ്. ദെൻ അടുത്തത്, ഡ്യൂറിങ് ദ ഇയർ 8,500 പ്രൊവൈഡ് ഇറിക്കവറബിൾ. 8,500 ഇറിക്കവറബിൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ബാഡ് ഡെപ്റ്റ്. ഓക്കെ അല്ലേ, കിട്ടാത്ത എമൗണ്ട്. ഡിസൈഡ് ടു മെയിൻറ്റെയിൻ ദ പ്രൊവിഷൻ. എന്നിട്ട് ഒരു പ്രൊവിഷൻ 5%. അപ്പോൾ ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രൊവിഷനാണ്? ന്യൂ പ്രൊവിഷനാണ്. അപ്പോൾ നമുക്ക് ഓൾഡ് പ്രൊവിഷൻ ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? ന്യൂ പ്രൊവിഷൻ ഉണ്ട്. ദെൻ നമ്മുടെ ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. എത്രയാണ്? 3,90,000 ബിഫോർ റൈറ്റിംഗ് ഓഫ് ദ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റ് കുറയ്ക്കുന്നതിന് മുൻപുള്ള ഡെപ്റ്റേഴ്സാണ് എന്ത് ഈ പറയുന്ന. അതോ ഈ ബാഡ് ഡെപ്റ്റ് പറയുമ്പോൾ 13,000 ആണ്. ഇപ്പോൾ നമുക്ക് പൈസ തരാനുള്ള ഒരാൾ ഡെപ്റ്ററാണ്. ആ ഡെപ്റ്റർ ഇപ്പോൾ ഒരു എമൗണ്ട് തരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 lakh തരാനുള്ള ആൾ നമുക്കൊരു 10,000 രൂപ തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചിട്ട് 1,90,000 ആണ് ഡെപ്റ്റേഴ്സ് എഴുതുക. അതേപോലെ ഇവിടെ 3,90,000 എത്ര ലെസ് ചെയ്യേണ്ടി വരും? 13,000 ലെസ് ചെയ്യേണ്ടി വരും. പ്രിപ്പയർ എ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഞാൻ ഇതിങ്ങനെ പറയുന്നതിൻ്റെ മുൻപേ വളരെ എളുപ്പത്തിൽ വേറൊരു കണക്ഷൻ പറഞ്ഞുതരാം നമുക്ക്. ആദ്യം അത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, ഒരു വെറൈറ്റി പേജ് എടുക്കാം നമുക്ക്. ഇതിലെ ഓക്കെ, സെറ്റ്. സംഭവം ഇത്രയാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു P&L അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഇതെങ്ങനെ കാണിക്കുക എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. P&L അക്കൗണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടത് ഒരു അക്കൗണ്ട് വരയ്ക്കാനാണ്. പക്ഷേ ഇത് പഠിച്ചിട്ട് അക്കൗണ്ട് വരയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ P&L അക്കൗണ്ടിൽ നമ്മൾ എന്തെഴുതും? ടു ബാഡ് ഡെപ്റ്റ് അല്ലേ. ഫൈനൽ അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് എത്ര എമൗണ്ട്? 13,000 ഉണ്ട്. ആഡ് ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. എന്നിട്ട് ലെസ് ചെയ്യണം ഏതാണ്? ഓൾഡ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ന്യൂ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസിന് പുറത്ത് വരുന്ന പുതുതായിട്ട് ഇക്കൊല്ലം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊവിഷൻ ആണെങ്കിൽ, ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞ കൊല്ലം ക്രിയേറ്റ് ചെയ്ത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുള്ള പ്രൊവിഷനാണ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓൾഡ് പ്രൊവിഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 13,000. ബാഡ് ഡെപ്റ്റ് എമൗണ്ട് 8,500. ഇതാണ് 13,000. ഓക്കെ, ദെൻ ന്യൂ പ്രൊവിഷൻ കാണണം. ന്യൂ പ്രൊവിഷൻ കാണാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ പഠിക്കുകയാണ്. ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക? ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യുക. അത് ഏത് ബാഡ് ഡെപ്റ്റ് ആയിരിക്കണം? ഫർദർ ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് പറയുമ്പോൾ ട്രയൽ ബാലൻസിന് പുറത്തുള്ള ഡെപ്റ്റർ ആയിരിക്കണം. ഓക്കെ അല്ലേ. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുള്ള ഡെപ്റ്റർ ആണെങ്കിൽ തെറ്റിപ്പോയി. ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെപ്റ്റ് ആയിരിക്കണം. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുള്ള ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ അത് ഓൾറെഡി ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസിന് പുറത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതാണ്. അത് ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചിട്ടില്ല, അത് കുറയ്ക്കണം. കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നത് അപ്ലൈ ചെയ്യണം. ഐ തിങ്ക് 5% ആണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് 3,90,000 തന്നിട്ടുണ്ടായിരുന്നു. മൈനസ് ബാഡ് ഡെപ്റ്റ് വരുന്നത് 8,500 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു എമൗണ്ട് കിട്ടും. നോക്കാം. 3,90,000 മൈനസ് 8,500 ഇൻറ്റു 5%. 19075 കിട്ടും. മുകളിൽ കൊണ്ടിട്ട് എഴുതാം അല്ലേ. 19075. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം.
ഓക്കെ 8500 കൂടെ 19,075 ലെസ് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ലെസ് ചെയ്യുക, 13,000 ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 1,45,075. ഓക്കെ, സിമ്പിൾ. ഇനി ബാലൻസ് ഷീറ്റിലൊന്നും ഇത് ആവശ്യപ്പെട്ടില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് എഴുതുന്നു. ഡെപ്റ്റേഴ്സ് കാണിക്കണം, എത്രയാണ്, 3,90,000 കാണിക്കുക. മൈനസ് അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് എമൗണ്ട് എത്രയുള്ളത്, 8,500 ലെസ് ചെയ്യുക. മൈനസ് ന്യൂ പ്രൊവിഷൻ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഈ എമൗണ്ട് അത് എത്രയുള്ളത്, 19,075 ലെസ് ചെയ്തിട്ടാണ് ഇവിടെ ഡെപ്റ്റേഴ്സ് കാണിക്കുക. അത് നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ട് വെച്ചാൽ, ക്വസ്റ്റ്യൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനാണ്. ഇനി വളരെ എളുപ്പമായിട്ട് അക്കൗണ്ട്, യെസ്, അക്കൗണ്ട് ഇതേ ഉണ്ടാക്കുന്നു. അക്കൗണ്ടിൻ്റെ പേരെന്ത് അക്കൗണ്ടാണ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നോ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നൊക്കെ പറയും. രണ്ടും ഒന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യാ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പറയട്ടെ, ഇതൊരു ലയബിലിറ്റിയാണ്. പ്രൊവിഷൻ എന്താണ്, ഒരു എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടാണ്. ഇറ്റ്സ് എ ലയബിലിറ്റി ആയിട്ട് പറയാം, ഒരു കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റിയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് ക്വസ്റ്റ്യനിലുള്ളത് നമുക്ക് തന്നത്. ഇവിടെ തന്ന ഈ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തല്ലേ, ഇതാണിത് ഓപ്പണിംഗ് പ്രൊവിഷൻ. അപ്പോൾ ഓൾഡ് പ്രൊവിഷനാണ് ഓപ്പണിംഗ് പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷനാണ് ഇത് ക്ലോസിംഗ് പ്രൊവിഷൻ. സെറ്റല്ലേ? അപ്പോൾ ലയബിലിറ്റി ബ്രോഡ് ഓൺ ചെയ്യുമ്പോൾ, ലയബിലിറ്റി ഏതാണ്, ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ബ്രോഡ് ഓൺ ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞ് എഴുതണം, ബൈ ബാലൻസ് ബ്രോഡ് ഓൺ. എത്ര എമൗണ്ട്, ഓപ്പണിംഗ് എമൗണ്ട് എത്രയുള്ളത്, 13,000. ദെൻ ക്ലോസിംഗ് ഇവിടെ എഴുതാം, ടു ബാലൻസ് ക്യാരിഡ് ഓൺ. നേരെ ഓപ്പോസിറ്റ് ആവില്ല വരുന്നുണ്ടാവുക. എത്രയാണ് ക്ലോസിംഗ് ബാലൻസ്, ന്യൂ പ്രൊവിഷൻ്റെ എമൗണ്ട് 19,075. ഇതുവരെ ഓക്കെ ആണല്ലോ അല്ലേ? യാ. ഇനി നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെ ചെയ്തതിൻ്റെ കണക്ഷനാണ് നമ്മൾ പറയുന്നത്. ഈ ന്യൂ പ്രൊവിഷൻ്റെ കൂടെ ബാഡ് ഡെപ്റ്റ് എന്താ ചെയ്യുക, ആഡാണോ ചെയ്ത് ലെസ് ചെയ്ത്? നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് 8, നിങ്ങളിങ്ങനെ പറയും ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെയാണ് ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്ത്, ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ മീനിങ് ഇങ്ങനെയും പറയുമല്ലോ, ന്യൂ പ്രൊവിഷൻ്റെ കൂടെയാണ് ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്ത് ആഡ് ചെയ്ത്. അപ്പോൾ ഈ 8,500 ബാഡ് ഡെപ്റ്റ് ന്യൂ പ്രൊവിഷൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ, ന്യൂ പ്രൊവിഷൻ ഇവിടെ എവിടെ ഉള്ളത്, ഈ ക്ലോസിങ് തന്നെയല്ലേ ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. ഇതേത് പ്രൊവിഷനാണ്, ഓൾഡാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ, ഡെബിറ്റിലുള്ള ഒരു ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അത് എവിടെ തന്നെ എഴുതണം, ഡെബിറ്റിൽ തന്നെ എഴുതണം. ഓക്കെ അല്ലേ? യെസ്, 2 എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി, ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എത്ര എമൗണ്ട്, 8,500. ഓക്കെ, യാ, ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ, 8,500 പ്ലസ് 19,075 എത്ര വരും, 27575 വരും. 27575 മൈനസ് 13,000 ബാലൻസ് ചെയ്യുക. അപ്പോൾ എത്ര, 1,45,75 ബൈ, ഇതാണ് എവിടെ എഴുതേണ്ട എമൗണ്ട്, P&L അക്കൗണ്ടിൽ. എങ്ങനെ കിട്ടിയ വെച്ചാൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടിയ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ്റെ അക്കൗണ്ട് വരച്ചാൽ എന്ത് ഗുണം, ഇനി P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് എഴുതിയാൽ മതി, ഈ എമൗണ്ട് ഡയറക്റ്റ് എഴുതിയാൽ മതി, 14,75, 14,575. അപ്പോൾ ഇവിടെ സാറ് ഇവിടെ അങ്ങനെ തന്നെയല്ലേ കാണിച്ചുള്ളൂ, ഇവിടെ അങ്ങനെ കാണിച്ചുള്ളൂ, മുകളിൽ കണ്ടില്ല, ഈ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ എമൗണ്ട് അല്ലേ കിട്ടിയില്ല. പക്ഷെ ഇവിടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആഡും ലെസ്സൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ ചെയ്തോളും, അതൊക്കെ ഈ പ്രൊവിഷൻ്റെ അക്കൗണ്ടിലാണ്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇതാണ് അക്കൗണ്ട്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.